സെപ്റ്റംബർ 29. സഭാ കൂട്ടായ്മ തന്നെ 3 കൂട്ടായ്മകൾ ഒന്നിച്ചു ചേർന്ന് ഉണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് സഭയുടെ ചിന്താഗതി. സ്വർഗീയ കൂട്ടായ്മകളുണ്ട്, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയുണ്ട്, മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ടു പോയി അവരുടെ ബലഹീനത കൊണ്ട് സഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്ന് നാം പറയും. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് സഭാ കൂട്ടായ്മ. ഇന്ന് സഭ പ്രത്യേകം സ്മരിക്കുന്നത് സ്വർഗീയ കൂട്ടായ്മയിൽ തന്നെയുള്ള ഒരു വിഭാഗം ഒന്നിച്ചാണ്. അവരെയാണ് മാലാഖമാർ എന്ന പേരുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. യേശുവിന്റെ വാക്കുകളിൽ നാം കാണുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ദൈവത്തിന്റെ ദൂതന്മാർ എന്ന നിലയിലേക്ക് മാറ്റപ്പെടുമെന്ന്. ഈ ദൂതന്മാരിൽ തന്നെ മനുഷ്യര് ദൈവത്തിന്റെ ദൂതന്മാരായിട്ടുള്ള വ്യക്തികളായിട്ട്, ആത്മാക്കളായിട്ട് സ്വർഗവാസികളുടെ കൂട്ടായ്മയിലുണ്ട്. എന്നാൽ മനുഷ്യർക്ക് മുമ്പ് തന്നെ സൃഷ്ടമായിരിക്കുന്ന മറ്റൊരു വലിയ കൂട്ടായ്മയും സഭയ്ക്കായിട്ടുണ്ട്. അവരെയാണ് നിയതാർത്ഥത്തിൽ മാലാഖമാര് എന്ന് പറയപ്പെടുന്നത്. അവരെ അശരീരികളും അരൂപികളുമായിട്ടുള്ള വ്യക്തിത്വം ഉൾക്കൊള്ളുന്നവരാണ്. മനുഷ്യർ ഓരോരുത്തരുടെയും മുഖഛായയിൽ വ്യത്യാസമുള്ള പോലെ തന്നെ മാലാഖമാരുടെ ഇടയിലും അവരുടെ ശക്തിയിലും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന കൂട്ടായ്മകളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ച് മാലാഖമാരുടെ ഇടയിൽ 3 വൃന്ദങ്ങളായിട്ട് മാലാഖമാരെ തിരിക്കാം എന്ന് മനസ്സിലാക്കണം. അവരുടെ പേരുകള് ശ്രാപ്പേന്മാർ, ഭക്തിജ്വാലകന്മാർ, പ്രധാനികൾ. ഇങ്ങനെയാണ് ആ 3 വൃന്ദങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഓരോ വൃന്ദത്തിലും ഉപവിഭാഗങ്ങളായിട്ട് 3 തരക്കാരെ നമുക്ക് കാണാം. 1-ാം വൃന്ദത്തിൽ ശ്രാപ്പേന്മാർ, ക്രോവേമാർ, സിംഹാസനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ 2-ാം വിഭാഗത്തിലെ ഭക്തിജ്വാലകന്മാർ, ശക്തന്മാർ, ബലവത്തുകൾ എന്ന രീതിയിൽ നാം അറിയുന്നു. 3-ാമത്തെ വൃന്ദത്തിൽപ്പെട്ട ഉപവിഭാഗമാണ് പ്രധാനികൾ, രേഷുമാലാഖമാർ, കേവലമാലാഖമാർ എന്നീ 3 ഉപവിഭാഗങ്ങളെ നമുക്ക് കാണാം. അങ്ങനെ ആകെ 9 വൃന്ദം മാലാഖമാരെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പരിധിയാൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ 9 വൃന്ദം മാലാഖമാരിൽ പ്രധാനി മിഖായേൽ ദേവദൂതനാണ് എന്നാണ് പാരമ്പര്യ വിശ്വാസം. അധപ്പതിച്ചു പോയ മാലാഖമാരുടെ തലവനായിട്ട് എണ്ണപ്പെടുന്ന ലൂസിഫറായിട്ടുള്ള യുദ്ധത്തിൽ മിഖായേൽ ഒരിക്കൽ വിളിച്ചു പറയുന്നു എന്ന് പഴയ നിയമ ഗ്രന്ഥത്തിൽ നാം കാണുന്നു. മീഖായേൽ, ദൈവത്തെ പോലെ ആരുണ്ട് എന്ന് വിളിച്ചു ചൊല്ലിക്കൊണ്ടാണ് ലൂസിഫറിനെതിരായിട്ട് മിഖായേൽ യുദ്ധം ചെയ്യുന്നത്. പിന്നീട് അത് തന്നെ ആ മാലാഖയുടെ നാമമായിട്ട് തീർന്നു എന്നാണ് പാരമ്പര്യം. മീഖായേൽ, അതാണ് മിഖായേലായിട്ട് തീർന്നത്. എന്തായാലും മിഖായേലിനെ ചിത്രീകരിക്കുമ്പോൾ ഒരു യോദ്ധാവിന്റെ രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ട് കാണുന്നത്. പിശാചിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ നേതൃത്വം വഹിക്കുന്നത് മിഖായേലാണ് എന്നതാണ് സഭയുടെ പാരമ്പര്യ ചിന്ത. അതുകൊണ്ട് സഭയുടെ സംരക്ഷകനായിട്ടാണ് മിഖായേലിനെ സഭാമക്കൾ നോക്കിക്കാണുന്നത്. പ്രധാനികളിൽ 2-ാമത്തവൻ ഗബ്രിയേൽ എന്ന രീതിയിലാണ് നാം മനസ്സിലാക്കുക. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ ശക്തൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. പുതിയ നിയമത്തിൽ തന്നെ 4 പ്രാവശ്യമെങ്കിലും ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. യോഹന്നാന്റെ ജനനത്തെ പറ്റി ഉള്ള അറിയിപ്പ് സഖറിയാസിനെ അറിയിക്കുന്നത്, സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് ഉള്ള അറിയിപ്പ് മറിയത്തിന് നൽകുന്നത്, ഔസേപ്പിതാവ് ജീവിതത്തിൽ സംഘർഷത്തിലൂടെ നീങ്ങുന്ന അവസരത്തിൽ ഔസേപ്പിനെ ശാന്തിദൂതായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, ഗെത്സമേൻ തോട്ടത്തിൽ യേശു രക്തം വിയർക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥിച്ചപ്പോ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യേശുവിനെ സാന്ത്വനിപ്പിച്ചു എന്നും
നാം വിശുദ്ധ ഗ്രന്ഥത്തിലെ വായിക്കുന്നുണ്ട്. അതും ഗബ്രിയേലാണ് എന്നതാണ് പരക്കെ ഉള്ള പാരമ്പര്യ വിശ്വാസം. ഇങ്ങനെ പുതിയ നിയമത്തിൽ വളരെയേറെ പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഗബ്രിയേൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ മാലാഖിയായിട്ടുള്ള റാഫേൽ ദൈവത്തിന്റെ സൗഖ്യദായകൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ബേത്സൈദ കുളത്തിലെ രോഗശാന്തി പ്രതീക്ഷിച്ച് കടന്നിരുന്ന രോഗികള് അസുഖത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇടവന്നത് ആ കുളത്തിൽ ഇറങ്ങി വന്ന് വെള്ളം ഇളക്കിയിരുന്ന ദൈവത്തിന്റെ ദൂതൻ റാഫേലായിരുന്നു എന്നാണ് പാരമ്പര്യ വിശ്വാസം. അപ്പൊ ദൈവത്തിന്റെ സുഖപ്രാപ്തി മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രത്യേക ദൗത്യമാണ് റാഫേൽ മുഖ്യദൂതന്റേതായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇന്ന് മുഖ്യ ദൈവദൂതന്മാരുടെ തിരുനാൾ എന്ന രീതിയിൽ സഭ ആഘോഷിക്കുമ്പോൾ ആ മുഖ്യ ദൈവദൂതന്മാരെ എന്ന രീതിയിൽ നാം മനസ്സിലാക്കേണ്ട 3 വ്യക്തികളാണ് മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ. ഇവരുടെ കീഴിൽ അനേകം ദൈവദൂതന്മാർ അവരുടേതായിട്ടുള്ള ദൗത്യ നിർവഹണത്തിന് വേണ്ടി സൃഷ്ടിതമാണ്, വ്യാപൃതരാണ് എന്നുള്ളതാണ് സഭാ വിശ്വാസം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത് നാം വലിയൊരു കൂട്ടായ്മയുടെ ചെറിയൊരു കണ്ണിയാണ്. ആ കൂട്ടായ്മ ദൈവത്തിന്റെ പരിപാലനയിൽ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നൊരു കൂട്ടായ്മയാണ്. അത് അദൃശ്യമായിട്ടുള്ള രൂപികളുണ്ട് അതിൽ മനുഷ്യരുടെ തന്നെ ആത്മാക്കളുടെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയുണ്ടത്. സഹിക്കുന്ന സഭയുടെ ഒരു കൂട്ടായ്മയും കൂടിയുണ്ട്. ഓരോ വിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള അനുസ്മരണ ദിനങ്ങൾ സഭയിൽ പ്രത്യേകം ഉണ്ട്, ആരാധനാക്രമം അനുസരിച്ച്. ഇന്നത്തെ ദിവസം അങ്ങനെ അദൃശ്യവും അരൂപികളുമായിട്ടുള്ള ആ വിഭാഗത്തിനെ പ്രത്യേകം സ്മരിക്കുന്നതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമായതുകൊണ്ട് നാം പ്രത്യേകം അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.